ഈ തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ മന്ദാരത്തിനെതിരെ 2 മനഃശാസ്ത്ര കേസിന് സാറ് ഹാജരായതാ. ഒടുവിൽ എന്ത് പറ്റി? SJV അവരെ സ്വാധീനിച്ച് കേസ് പിൻവലിച്ചു. അനുഭവം അതാണ്. സാർ അതാ സൂചിപ്പിച്ചത്. അതെന്തായാലും എന്റെ കാര്യത്തിൽ സംഭവിക്കില്ല. അല്ല, പൊതുവായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, സാർ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് എടുത്തു വെച്ചാലേ ഞാൻ ആളെ വിടാം. ഓക്കെ, ബൈ. നിഖില, കോച്ചിങ് സെന്ററോട്. അന്ന, നീ ഇവിടെ ഇരിക്ക്. ഞാൻ ആദ്യം ഒന്ന് പ്രിൻസിപ്പളെ കണ്ടൊന്ന് സംസാരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വിളിക്കുമ്പോ വന്നാ മതി. ഓക്കെ? കുറുവാച്ചനും കൂടി വരട്ടെ അല്ലേ? ആ, വരൂ. എന്താടാ പറഞ്ഞതൊക്കെ മറന്നല്ലേ? ബി ബ്രേവ്, സ്റ്റേ ഹിയർ. വിളിച്ചാടി. എടാ, ഇത് അവളല്ലേ? മറ്റേ അന്ന. ഇത് അന്നാ ചെറിയ നീ അമ്മയോട് വിളിച്ചേ. ഡോക്ടർ, ഐ റെസ്പെക്ട് ചെയ്യൂ. പക്ഷേ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ പുറത്ത് ആർക്കും അറിയില്ല. പോലീസിനെ പറ്റി വീഴ്ചയാണെങ്കിൽ അവരത് പബ്ലിക്കായിട്ട് പറയണ്ടേ? ജനങ്ങൾ കാണുന്ന ഏതെങ്കിലും ചാനലിലോ പത്രത്തിലോ വരണ്ടേ? പിന്നെ ഒരു ഓൺലൈൻ മാഗസിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ. എത്ര പേര് കാണും അത്? ഏതായാലും നമ്മുടെ കോച്ചിങ് സെൻ്ററിൻ്റെ പേര് പുറത്ത് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ എന്തൊക്കെ റൂമർ പരന്നിട്ടുണ്ട്. അതിൻ്റെ പുറത്തായിരിക്കാം ഓരോ പേരൻസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡിഗ്നിറ്റി കാക്കേണ്ട ഡോക്ടർ. സർ, വി കൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. ഒരു തെറ്റും ചെയ്യാതെ ആ കുട്ടി ഇത്ര അനുഭവിക്കുന്നത്. ഈ മനുഷ്യൻ എത്ര കഷ്ടപ്പെട്ടിട്ട് ആ കുട്ടിയെ പഠിപ്പിക്കുന്നതെന്നറിയോ? അന്നയെ പറ്റി ഞങ്ങൾക്കെല്ലാവർക്കും വ്യക്തിപരമായി നല്ല അഭിപ്രായമേ ഉള്ളൂ. ആക്ച്വലി ഈ വാർത്ത ഞങ്ങളെയും വളരെ കൺഫ്യൂസ്ഡ് ആക്കിയിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എന്താണ് റിയാലിറ്റി നമുക്ക് അറിയില്ലല്ലോ. ബട്ട് വി നോ ഹർ, റൈറ്റ്? അവളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഞങ്ങൾ കുറച്ചു പേർക്ക് വ്യക്തമായിട്ട് റിയാലിറ്റി അറിയാം. ഞങ്ങൾ അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. Now I realize it's not going to be an easy task. Anyway, thanks for your time. Oh my God, Anna! ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യം എന്താണ് അമല ശ്രീറാമും അന്ന ചെറിയതും തമ്മിലുള്ള ബന്ധം എന്നുള്ളതാണ്. എന്തായാലും 1, 2, 3 ഓൺലൈൻ പോർട്ടൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് എക്സ്ക്ലൂസീവ് ആയിട്ട് തരുന്നതായിരിക്കും. ഗൈസ്, പ്ലീസ് 1, 2, 3 ഓൺലൈൻ പോർട്ടൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്രയും സാഹസികമായ റിപ്പോർട്ടിംഗാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹോ, ഒരു വിധത്തിൽ ആ ചാനൽക്കാരെടുത്ത് രക്ഷപ്പെട്ടു വന്നത്. ആന്റിയും ഏതൊക്കെ ഓൺലൈൻ ചാനലുകാർ വിളിച്ചിരുന്നു. ഇതാണ് നമ്മുടെ ലോകം. ഇതിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കേ വേണ്ട. കേസൊക്കെ കൃത്യമായിട്ട് നടക്കും. പക്ഷേ അതിന്റെ വിധി വരുന്നവരെ നമ്മളൊന്ന് പിടിച്ചു നിന്നേ പറ്റും. ഏയ്, നീ നിന്റെ എക്സാമിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. വേറെ ആരില്ലെങ്കിലും ഞാനും നിഖിലും ഇല്ലേ, നിന്റെ ക്ലാസ് അടിപൊളിയായി എടുത്തരും. നമുക്കിപ്പോൾ ഏകദേശം ഒരു ധാരണ മാത്രമാണുള്ളത് നമ്മളിപ്പോൾ എവിടെയാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത് എവിടെയോ ആണെന്നാണ്. ഗൈസ്, നമ്മളിപ്പോഴുള്ളത് വിവാദ നായിക അന്ന ചിറയത്ത് താമസിക്കുന്ന വീടിന് തൊട്ടു വെളിയിലാണുള്ളത്. ദാദാ, അന്ന ചിറയത്ത് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നതാണ്. ഡോക്ടർ അമല ശ്രീറാമിനും വളരെ പ്രധാനപ്പെട്ട
ഫോൺ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് ഇപ്പൊ. നിന്റെ ഗ്യാങ്ങിന്റെ അഴിഞ്ഞാട്ടം എവിടെ? അന്നാചെറിയത്തും അമല ശ്രീരാമും ഒന്നിക്കുന്നു. ഇപ്പൊ വെറും ഡോക്ടറല്ല, സോഷ്യൽ മീഡിയ താരം. ലോകത്തിലുള്ള സകല മീഡിയ ആ കുട്ടിയെ കുറിച്ച് ഇങ്ങനത്തെ വാർത്ത പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഫാക്ട് കാണും. അതൊന്നും മനസ്സിലാക്കാൻ പുറകെ പോണ നിന്റെ പേര് ഇപ്പൊ എല്ലാരും ബ്രാൻഡാക്കി തുടങ്ങി. ഇതൊക്കെ കാണുന്നുണ്ടോ? അതിന് പറ്റിയ കുറെ കൂട്ടുകാരും. കഷ്ടം. ആരോട്? ഹലോ. എന്ത്? ഞാനിപ്പോ വരാം. എങ്ങോട്ടാ പോണ?